بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട മുഅ്മിനീകളെ, നമ്മുടെ ഈ അസ്മാഉൽ ഹുസ്ന മഹത്തായ ഈ മജ്ലിസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു എടുത്തു പറഞ്ഞ ദിക്റുകളിൽ ഏറ്റവും അഫ്ളലായതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. من قال عند موته لا إله إلا الله دخل الجنة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ അവൻ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് തൗഹീദിൻ്റെ വചനമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാൻ കഴിഞ്ഞാൽ അവൻ ഭാഗ്യവാനും സ്വർഗത്തിൻ്റെ അവകാശിയുമാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ആ മഹത്തായ വചനമാണ് ഇന്ന് നമ്മുടെ ഈ മജ്ലിസിൽ ഉരുവിടാൻ പോകുന്നത്. അല്ലാഹു തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആ മഹത്തായ വചനം അല്ലാഹുവിൻ്റെ വിശുദ്ധമായ അസ്മാഉകൾ ഉൾപ്പെട്ടത് തന്നെയാണ്. ആ മഹത്തായ വചനത്തെ മുൻനിർത്തി നമുക്ക് മഹാനായ റബ്ബിനോട് നമ്മുടെ കാര്യങ്ങൾ ചോദിച്ച് മനസാന്നിധ്യത്തോടുകൂടെ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ
إلا الله لا إله إلا الله لا إله إلا الله. അല്ലാഹു തആല നമ്മുടെ തഹ്ലീല് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ 63 വർഷക്കാലം അള്ളാഹുവിൻ്റെ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിട്ട് ഒരു ചെറിയ തെറ്റ് പോലും ചിന്തിക്കാതെ ജീവിച്ച ഹബീബായ നബി തങ്ങൾ ദിനേന ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ച് ഏറ്റവും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. കാരണം നാം ഈ ലോകത്തിൻ്റെ നമ്മുടെ ചുറ്റുപാടിൽ നാം അറിഞ്ഞോ അറിയാതെയോ തെറ്റുകളിലേക്ക് വഴിതിരിയാൻ സാധ്യതയുള്ളവരാണ് ഇന്ന് ജീവിക്കുന്ന ഏകദേശം എല്ലാ ജനങ്ങളും. അതുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച് പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ നാം ശ്രമിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്ക് അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലി അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കാം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം ഇന്നഹു കാന ഗഫാറാ. 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 അസ്തഗ്ഫിറുല്ലാഹൽ അളീം
إنه كان غفارا أستغفر الله العظيم إنه كان غفارا أستغفر الله العظيم إنه كان غفارا صلوا على النبي اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا ومولانا محمد صلاة دائمة بدوام ملك الله صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين يا راج سيدا يا ملك الجبار يا حنانا يا منانا يا ديانا يا ودودا يا ذو الجلال والإكرام يا الله ഞങ്ങൾ ചൊല്ലിയതായ തഹ്ലീലും ഇസ്തിഗ്ഫാറും ഹബീബായ നബി തങ്ങളുടെ പേരിൽ ചൊല്ലിയ സ്വലാത്തും ഞങ്ങളിൽ നിന്ന് നീ ഖബൂലാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും ഞങ്ങൾക്ക് നീ അഫുവാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദോഷം പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാര്, മക്കള്, ഉസ്താദുമാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളുടെയും ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ദാരിദ്ര്യം കൊണ്ടും കടം കൊണ്ടും ഞങ്ങൾ നീ പരീക്ഷിക്കരുത് റബ്ബേ. രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കരുത് അല്ലാഹ്. കടമുള്ളവരുടെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി നൽകണേ അല്ലാഹ്.
ഉള്ളവരുടെ ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. ഉള്ള മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ, നീ പൊരുത്തപ്പെട്ട മാതാപിതാക്കൾക്ക് ഉപകാരം കിട്ടുന്ന മക്കളാക്കണേ അല്ലാ. മരിക്കുന്നതിൻ്റെ മുമ്പ് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള സന്ദർശിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ ഉറ്റവരും ഉടയവരും മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മർഹമത്ത് നൽകണേ അല്ലാ. അവരാരെയും ഖബറിൽ വെച്ച് നീ ശിക്ഷിക്കല്ല അല്ലാ. റഹ്മാനായ റബ്ബേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളും ബന്ധുക്കളും ബന്ധുമിത്രാദികളും ഞങ്ങളുമായി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ മുഹിബ്ബീങ്ങൾ പലവരും ഇന്ന് ഖബറിലാണ് അല്ലാ. അവരെ ബർസഖിയായ ജീവിതം നീ റാഹത്താക്കണേ അല്ലാ. സന്തോഷത്തിലാക്കണേ അല്ലാ. നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദുൽ കൗസർ അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. നിന്റെ പരിശുദ്ധമായ ലിഖാഅ് ഞങ്ങൾക്ക് കാണിക്കണേ അല്ലാ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാ. ഞങ്ങളുടെ ദുആനെ നീ ഖബൂലാക്കണം അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وادخلنا الجنة مع الأبرار يا عزيز يا غفار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا ارحمهم كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.